നമ്മൾ ഫ്ലൈറ്റിൽ വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പുക അങ്ങനെ പറന്നു പോകുന്നത്. ലോക മഹാത്ഭുതങ്ങളിലൊന്നായിട്ടുള്ള നയാഗ്രയുടെ രാത്രി കാഴ്ചകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ബഫലോയിലേക്ക് കാലുകുത്തുകയാണ്. നല്ല തണുപ്പാണ്, അടിപൊളി തണുപ്പ്. വാവ്, ഞാനാണെങ്കിൽ ഗ്ലൗസ് എടുക്കാനും മറന്നു പോയിട്ടുണ്ട്. വാവ്, മഞ്ഞൊക്കെ വീണ് കിടക്കുന്നത് കാണാം നമുക്ക്. ഓരോ വണ്ടിയുടെ മുകളിലും മഞ്ഞുണ്ട്. ചില വണ്ടികളുടെയൊക്കെ മുകളിൽ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. പുകയൊക്കെ വരാൻ തുടങ്ങി. നോക്കുക, ഇതിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുകയാണ് വണ്ടീൻ്റെ മുകളിലൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല വീഴ്ചയാണ്, മഞ്ഞ് വീഴ്ചയാണ് ഇവിടെ. എല്ലാ വണ്ടികൾക്കും മുകളിലും ഉണ്ട് മഞ്ഞ്. അടിപൊളി. അപ്പം പ്രാവശ്യവും രക്ഷയൊന്നുമില്ല, തണുപ്പ് തന്നെയാണ്. നമ്മുടെ ബസ്സിനടുത്തേക്കാണ് പോകുന്നത്. നേരെ ഹോട്ടലിലേക്ക് പോകണം. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യണം. നമ്മളെ ഹോട്ടലിൽ എന്ന് പറഞ്ഞാൽ ഇതിനടുത്ത് തന്നെയാണ്, നയാഗ്ര വെള്ളച്ചാട്ടത്തിനടുത്ത് തന്നെയാണ്. വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അവിടെ പോകണം. രാത്രി ഒന്ന് പറ്റിയാൽ നയാഗ്ര കാണണം. പക്ഷേ തണുപ്പ് അനുവദിക്കുന്നത് തോന്നുന്നില്ല. എന്തായാലും നോക്കാം. എല്ലാ സ്ഥലത്തും പച്ച കളറിലുള്ള പുല്ലുകളാണ്. ഇതൊന്നും നട്ടു വളർത്തിയതല്ല, താനെ ഉണ്ടായതാണ് ഇവിടെ. ആകാശമൊക്കെ ഫുള്ളായിട്ട് മൂടി കെട്ടിയിരിക്കുകയാണ്. ചെറുതായിട്ട് ഇങ്ങനെ ഐസ് വീഴുന്നുണ്ട്. ഹായ്, ഐസ് അങ്ങനെ വീഴുന്നുണ്ട്. ഇത് പിക്കപ്പ് ഏരിയയാണ്. എയർപോർട്ടിൻ്റെ ഭാഗത്താണ് ബസ്സുകൾക്കും അതുപോലെ ടാക്സികൾക്കൊക്കെ വരാനുള്ള പെർമിഷൻ ഇവിടെയുള്ളൂ. മേലൊക്കെ ഐസ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മെല്ലെ സൈഡിലേക്ക് മാറിയതാണ്. നമ്മുടെ ബസ് അവിടെ റെഡിയാണ്. അടിപൊളി ബസ്സാണ്, MCI. അങ്ങനെ ബസ്സിൽ കയറി മുന്നിലെ സീറ്റ് തന്നെ പിടിക്കാനുള്ള ഓട്ടത്തിലാണ്. യെസ്, മുന്നിലെ സീറ്റ് കിട്ടിയിരിക്കുകയാണ്. ന്യൂയോർക്ക് എന്ന സ്റ്റേറ്റിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും വലുതുമായിട്ടുള്ള രണ്ടാമത്തെ ഒരു സിറ്റിയാണ് ഈ ബഫലോ എന്ന് പറയുന്ന സിറ്റി. അതിമനോഹരമായിട്ടുള്ള ഈ ഒരു സിറ്റിയിൽ മഞ്ഞ് പെയ്യുന്ന വഴികളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറത്തുള്ള കാഴ്ചകളൊക്കെ ശരിക്കും കാണേണ്ടത് തന്നെയാണ്. ശരിക്കും നമ്മളൊരു നാഷണൽ പാർക്കിലൂടെ യാത്ര ചെയ്യുന്നത് പോലെയാണ് ഈ ഒരു സിറ്റിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉള്ളത്. സാധാരണ ഒരു സിറ്റിയുടെ യാതൊരുവിധ പകിട്ടുകളോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ അതിമനോഹരമായിട്ടുള്ള വീടുകളും അതുപോലെ തന്നെ കൃഷിയിടങ്ങളും റോഡുകളും ഒക്കെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിറ്റിയുടെ പ്രത്യേകത ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഇത് കാനഡയുടെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ബോർഡറായിട്ടുള്ളൊരു നഗരമാണ്. ഈ ഒരു നഗരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകളെല്ലാമാണ് ഇവിടെ താമസിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ ഒരു നഗരം 6 മാസത്തോളം കാലഘട്ടത്തിൽ ഈ ഒരു ഐസിനടിയിലായിട്ടാണ് ഈ ഒരു നഗരം ഉണ്ടാവുക. അതായത് പൂർണ്ണമായും ഐസ് വീണിട്ട് കിടക്കുന്നൊരു പ്രദേശമാണ് 6 മാസത്തോളം. ഈ 6 മാസ കാലഘട്ടത്തിൽ ഇവിടെയുള്ള ആളുകളെല്ലാവരും മറ്റു രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറി മാറുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഈ സ്ഥലത്തൊരു വീടുണ്ടാവും, അതുപോലെ തന്നെ മറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ മറ്റ് ഏതെങ്കിലും സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഈ ഒരു സംസ്ഥാനത്തിനുള്ളിൽ തന്നെയോ മറ്റെവിടെയെങ്കിലുമൊക്കെ മറ്റൊരു വീട് കൂടി ഉണ്ടാവും. അപ്പോൾ ഈ കാലാവസ്ഥയിലുള്ള വ്യതിയാനം അനുസരിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയൊരു മറ്റൊരു രസകരമായിട്ടുള്ളൊരു കാര്യം. എന്തായാലും ഇവിടുത്തെ വീഥികളൊക്കെ വളരെ മനോഹരമാണ്. വളരെ മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര രസമുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പാലത്തിന് മുകളിലൂടെയെല്ലാമാണ്. ഈ പാലത്തിൻ്റെ അടിയിലൂടെയെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുന്ന നയാഗ്ര റിവറിൽ നിന്നുള്ള വെള്ളമാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ നയാഗ്ര റിവറിന് ഒരുപാട് കൈവഴികളുണ്ട്. ഈ കൈവഴികളെല്ലാം കൂടി ഒന്നിച്ച് ചേർന്നിട്ടാണ് ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. ഈ ഒരു ഭാഗത്ത് നിന്ന് കാനഡയിലേക്ക് നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഒരു പാലമുണ്ട്. ആ പാലം കടന്നു കഴിഞ്ഞാൽ നമുക്ക് കാനഡയിലെത്താം. കാനഡയിലെ സൗത്തേൺ ഒണ്ടാറിയോ എന്ന പ്രദേശത്തേക്കാണ് ഈ ഒരു പാലം കടന്നിട്ട് നമ്മൾ കാനഡയിൽ എത്തിച്ചേരുക. കാനഡിയൻ വിസയുള്ള ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് അങ്ങോട്ട് പോകാവുന്നതാണ്.
അമേരിക്കൻ സിറ്റിസൺസിന് കാനഡയിൽ പോകുന്നതിനോ കാനഡിയൻ സിറ്റിസണിന് അമേരിക്കയിലേക്ക് വരുന്നതിനോ യാതൊരു തടസ്സവുമില്ല. അവർക്ക് ഈ പാലം മുഖേന അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്നതാണ്, എളുപ്പത്തിൽ തന്നെ പോകാവുന്നതാണെന്നുള്ളതാണ് പ്രത്യേകത. എന്തായാലും ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെല്ലാം ഈ ഒരു നയാഗ്ര റിവറിൻ്റെ കൈവഴികൾക്ക് മുകളിലൂടെയുള്ള പാലങ്ങൾക്ക് മുകളിലൂടെയാണ്. ഇപ്പോൾ അങ്ങ് ദൂരെയായിട്ട് നമ്മൾ കാണുന്നത് ഒരു പുക വരുന്നത് പോലെ കാണുന്നതാണ് നയാഗ്ര ഫോൾസ്. നയാഗ്ര ഫോൾസിൽ നിന്നുള്ള ആ ഒരു വെള്ളം തെറിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഇത്രയും നേരം കണ്ടിരിക്കുന്നത്. ഈ ഒരു റിവറിൻ്റെ എൻഡിലാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു നയാഗ്ര ഫോൾസ് ഉള്ളത്. ഈ ഒരു പ്രദേശം അമേരിക്ക പരിപാലിച്ചിരിക്കുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ്. കാരണം അത്യാഡംബരങ്ങളൊന്നുമില്ലാതെ, അമ്പരചുംബികളായ കെട്ടിടങ്ങളൊന്നുമില്ലാതെ വളരെ മനോഹരമായിട്ടൊരു ശരിക്കും പറയുകയാണെങ്കിൽ നാഷണൽ പാർക്ക് പോലെ തന്നെയാണ് ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെ നയാഗ്ര നാഷണൽ പാർക്ക് എന്നാണ്. അപ്പോൾ ഒരു നാഷണൽ പാർക്ക് എങ്ങനെയാണോ വേണ്ടത് അതേ രീതിയിൽ തന്നെയാണ് ഇവരിവിടെ പരിപാലിച്ചിരിക്കുന്നത്. വലിയ ആകാശം തൊട്ട് നിൽക്കുന്ന മന്ദിരങ്ങളൊന്നും ഇവിടെ ഇല്ല. വളരെ ലളിതമായിട്ടുള്ള സാധാരണ വീടുകളും അതുപോലെ തന്നെ പ്രകൃതിയെ യാതൊരു തരത്തിലും ദോഷമാകാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാമാണ് ഇവിടെയുള്ളത്. ഈ ഒരു നഗരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, എല്ലാ വർഷവും പുതുക്കി പണിയുന്ന നഗരം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു നഗരത്തിനെ വിശേഷിപ്പിക്കാം. കാരണം എല്ലാ വർഷവും ഐസ് വീണ് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെയുള്ള കെട്ടിടങ്ങളും അതുപോലെ തന്നെ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം നിശ്ചലമാവുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അതേ തരത്തിൽ തന്നെ അടുത്ത വർഷം ഈ മഞ്ഞെല്ലാം പോയി കഴിഞ്ഞ സമയത്ത് ഐസുകളൊക്കെ നീക്കം ചെയ്തുകൊണ്ട് അവർ റീബിൽഡ് ചെയ്യുകയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ അമേരിക്കൻസിൻ്റെ ഈ പ്രദേശവാസികളുടെ നിശ്ചയദാർഢ്യത്തിന് തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഈ ഒരു സ്ഥലം പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്, റോഡുകളൊക്കെ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്, നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ആശ്ചര്യം ജനിപ്പിക്കുന്നൊരു കാര്യമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പാർക്കിലൂടെ യാത്ര ചെയ്യുന്ന അതേ ഫീലിംഗ് ആണുള്ളത്. എന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കാനഡയുടെ സൈഡ് എന്ന് പറയുന്നത്. കാനഡിയൻ സൈഡിൽ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അമ്പരചുംബികളായ കെട്ടിടങ്ങളും അതുപോലെ തന്നെ കസിനോകളും ഒക്കെയാണ്. കസിനോകൾ ഈ സൈഡിലും ഉണ്ട്, എന്നിരുന്നാലും ഏറ്റവും വലിയ ഹോട്ടൽസും കസിനോകളും ഒക്കെ ഉള്ളത് അപ്പുറത്തെ സൈഡിലാണ്, കാനഡിയൻ സൈഡിലാണ് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള സിറ്റി സെൻറ്ററിലൂടെയാണ്. ഇതിൻ്റെ ഒരു എംബ്ലമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. വളരെ ഭംഗിയുള്ള സ്ഥലത്തു കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ നയാഗ്രയ്ക്ക് സമീപം എത്തിയിരിക്കുകയാണ്. നമ്മൾ നയാഗ്രയ്ക്ക് സമീപം തന്നെയാണ് നമ്മുടെ ഹോട്ടലുള്ളത്, ഹോട്ടൽ കംഫർട്ട് ഇന്ന്. അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ, ഒരു രക്ഷയില്ല, നല്ല തണുപ്പുമാണ്. അതിമനോഹരം എന്ന് പറഞ്ഞാൽ നമുക്ക് വാക്കിൽ പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് ഭംഗിയാണ്. അതിൻ്റെ വിഷ്വൽസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരാം. കാരണം നല്ല തണുപ്പുള്ളൊരു ഏരിയ. അതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് നേരെ കാനഡയാണ്. അമേരിക്കൻ സൈഡ് എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മാനേജ് ചെയ്തിരിക്കുന്നത്. കാരണം അമേരിക്കൻ സൈഡിൽ വലിയ ബിൽഡിങ്ങുകളൊന്നും തന്നെ ഇല്ല. അവരുടെ പഴയ രീതിയിൽ തന്നെ അതേപടി നിലനിർത്തി ചെറിയ ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട് നിലനിർത്തിയിരിക്കുകയാണ്. എന്നാൽ കാനഡ സൈഡിൽ നേരെ ഓപ്പോസിറ്റാണ്. അവിടെ വലിയ ബിൽഡിങ്ങുകളൊക്കെ വെച്ച് വളരെ ലക്ഷൂറിയസ് ആയിട്ടാണ് ആ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്നത്. അവിടെ ഒരുപാട് കസിനോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. അതിൻ്റെ വിഷ്വൽസിലേക്ക് ഞാൻ വരാം. എന്തായാലും ലേറ്റായി, ഞങ്ങളിപ്പോൾ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹോട്ടൽ കംഫർട്ട് ഇന്ന്. ഇവിടെയാണ് ഇനി 2 ദിവസം താമസിക്കാൻ പോകുന്നത്. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇതിന് പുറകിൽ തന്നെയാണ്, നമുക്ക് നടക്കാനുള്ള വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നയാഗ്രയിലേക്ക്. ഇതിന് പുറകിലോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് നയാഗ്ര ഫോൾസിൽ എത്താൻ പറ്റും. അതിമനോഹരമായിട്ടുള്ളൊരു ഏരിയ. അപ്പോൾ ഈ ഒരു ചുളിവിൽ തന്നെ നമുക്ക് കാനഡയും കാണാം അമേരിക്കയും കാണാം എന്നുള്ളതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ നമ്മൾ ഈ ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിരിക്കുകയാണ്. ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത തന്നെ പറഞ്ഞു. ഈ ഹോട്ടലിൻ്റെ പുറകിലാണ് നയാഗ്ര ഫോൾസ്. അതുകൊണ്ട് തന്നെ നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. വളരെ വൃത്തിയുള്ളൊരു ഹോട്ടലാണ്, നല്ല ഭംഗിയുണ്ട്. മാത്രമല്ല പുറത്ത് കഠിനമായിട്ടുള്ള തണുപ്പാണ്. ആ തണുപ്പ് ഉള്ളോട്ട് വരാതിരിക്കാൻ അതീവ ശ്രദ്ധയോടുകൂടി നിർമ്മിച്ചൊരു ഹോട്ടൽ തന്നെയാണ് ഈ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത്. നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. വളരെ നല്ല വൃത്തിയുള്ള ഒരു ഡബിൾ ബെഡൊക്കെയുള്ള നല്ല റൂം, വളരെ നല്ല ഹീറ്ററൊക്കെ ഉണ്ട് സൈഡിൽ. നമുക്ക് AC തിരിച്ചു വെച്ചതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. AC തന്നെയാണത്, ഹീറ്ററും കൂടിയുള്ള AC ആണ്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള റൂം. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. പിസ്സ വിങ്സ് ഫ്രൈസ് ആണ്. അപ്പോൾ ഈ ലൊക്കേഷനൊക്കെ നോക്കുക. ഇവിടെ വലിയൊരു കാസിനോ ഒക്കെ ഉണ്ട്, അടിപൊളിയായിട്ടുള്ളൊരു കാസിനോ ഒക്കെ ഇവിടെ ഉണ്ട്. അമേരിക്കേൻ്റെ ഒരു ശീലം തന്നെയാണ് കാസിനോ എന്ന് തന്നെ പറയാം. ഇവിടെ ഒരു മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തണുപ്പാണ് അന്തരീക്ഷത്തിലൊക്കെ. നല്ലൊരു ഏരിയ.
പക്ഷേ നമ്മുടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വളരെ കുറവാണ്. ഒരു സ്ഥലത്തും ജനങ്ങളെ നമുക്ക് കാണാൻ പറ്റില്ല. കാറുകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ നയാഗ്ര വെള്ളച്ചാട്ടത്തിന് സമീപത്താണുള്ളത്. രാത്രിത്തെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പുറത്ത് നമ്മൾ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ കാനഡയിലാണ്. കാനഡയാണ് ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത് കാണുന്നത്. ഈ ഭാഗം അമേരിക്കയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗം അമേരിക്കയാണ്. അപ്പുറത്തെ സൈഡ് കാണുന്ന ഭാഗം കാനഡയാണ്. അപ്പോൾ ഈ 2 നമ്പർ 1 രാജ്യങ്ങൾ, ലോകത്തിലെ ഏറ്റവും മികച്ച 2 രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്നൊരു സ്ഥലം കൂടിയാണിത്. കാനഡേൻ്റെ സൈഡിൽ കാണാം വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാം. ഇതൊക്കെ കാസിനോസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് സുഖവാസ ഹോട്ടലുകളുണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മളെ ഈ നദിയിൽ നിന്നുള്ള വെള്ളമാണ്, അതായത് നയാഗ്ര നദിയിലെ വെള്ളമാണ് ഈ കാണുന്നത്. അതിൻ്റെ കൂടെ തന്നെ ലൈറ്റ് ഷോ ഒക്കെ അവിടെ കാണുന്നുണ്ട്. നമുക്കവിടെ ലൈറ്റ് ഷോ ഒക്കെ കാണാം. ഇതാണ് നമ്മുടെ അവസ്ഥ. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫുള്ളായിട്ട് മൂടി പുതച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഫുള്ളായിട്ട് ലൈറ്റ് ഷോ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. വെള്ളം കുത്തി ഒലിച്ച് വരികയാണ് നയാഗ്ര വെള്ളച്ചാട്ടത്തിലേക്കുള്ള. നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടുന്ന് താഴോട്ടാണ് വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്ന അവിടെ ഒരു പുക ഇങ്ങനെ പറക്കുന്നതായിട്ട് കാണാം. അതാണ് അഗാധ ഗർത്താണ് താഴോട്ടുള്ളത്. ഇവിടുന്നാണ് വെള്ളം താഴോട്ട് ചാടിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാനഡ സൈഡിൽ ഒരുപാട് കാസിനോസും അതുപോലെ തന്നെ ഒരു ഫെയറി വീലും ഒക്കെ നമുക്ക് കാണാം. ഹോട്ടൽ ഷെൽട്ടൺ എല്ലാം കാണാം. കാസിനോസിൻ്റെ ഒരു ഏരിയ തന്നെയാണത്. രാത്രിയിൽ ഇത് കാണുക എന്ന് പറഞ്ഞാൽ വലിയൊരു വ്യൂ തന്നെയാണ്. തണുത്തിട്ട് നിൽക്കാൻ വയ്യ, ഭയങ്കര തണുപ്പുണ്ട്. അതൊക്കെ സഹിച്ചിട്ടും നമ്മൾ ഇതിലേക്ക് വന്നിരിക്കുകയാണ്. നല്ല തണുപ്പാണ്. മൈനസിലാണ് ഇപ്പോൾ ടെമ്പറേച്ചർ കിടക്കുന്നത്. ഓ ഗോഡ്. ഇതാണ് നയാഗ്ര എന്ന് പറയുന്ന വെള്ളച്ചാട്ടം. കണ്ടോളൂ. വാവ്, നയാഗ്ര വെള്ളച്ചാട്ടം. നല്ല ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട്. ഇതിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അമേരിക്കയിലും മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് കാനഡയിലുമാണ്. നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഭംഗിയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. വാവ്, ഇത് രാത്രിയിൽ തന്നെ കാണണം, എന്നാലേ പൂർണ്ണമായിട്ടും അതിൻ്റെ ആ ഒരു സ്റ്റൈല് നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് ലൈറ്റ്സുകളൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിഭീകരത നമുക്കിവിടെ കാണാം നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ. അപ്പുറത്ത് കാനഡയും ഇപ്പുറത്ത് അമേരിക്കയും ആണുള്ളത്. നല്ല രസകരമായിട്ട് തന്നെ നമുക്കിത് ആസ്വദിക്കാൻ പറ്റും. നമ്മൾ ഫ്ലൈറ്റിൽ വരുമ്പം കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പുക ഇങ്ങനെ പറന്ന് പോകുന്നത്. ലോക മഹാത്ഭുതങ്ങളിലൊന്നായിട്ടുള്ള നയാഗ്രയുടെ രാത്രി കാഴ്ചകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതൊരു പാലമാണ്. ഈ ഒരു പാലം നമുക്കിവിടെ കാണാം. ഈ ഒരു പാലം നേരെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ കാനഡയിലെത്തി. കാനഡയിലേക്ക് കയറണമെങ്കിൽ നമുക്ക് കാനഡയുടെ വിസ വേണം, എന്നാലേ കാനഡയിലേക്ക് നമുക്ക് എൻട്രി കിട്ടുള്ളൂ. കാനഡ വിസ ഉള്ളവർക്ക് സുഖമായിട്ട് നടന്നിട്ട് പോകാം അങ്ങോട്ട്. നയാഗ്രയുടെ പകൽ വ്യൂ നാളെ വിശദമായിട്ട് ഒപ്പേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് എത്തിയത്. നല്ല തണുപ്പാണ്. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ തീരെ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തണുപ്പാണ്. അതുകൊണ്ട് തന്നെ കൈയൊന്നും പുറത്തിട്ടിട്ട് ക്യാമറ പിടിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ദുഷ്കരം തന്നെയാണ്. കാനഡയുടെ സൈഡിൽ എന്ന് പറഞ്ഞാൽ അവർ ഹൈടെക് ആയിട്ടാണ്, കാരണം ടൊറൻറ്റോയുടെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് അവരവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രാജ്യം ഒറാലാൻഡോ എന്ന ഒരു പ്രൊവിൻസ്, അതിൻ്റെ എല്ലാ സാമ്പത്തിക കഴിവുകളും അപ്പുറത്ത് അവർ കാണിച്ചിട്ടുണ്ട്. ഒരു വാച്ച് ടവർ ഉണ്ട്, അതേപോലെ തന്നെ ഫെറി വീൽസ് ഉണ്ട്, ഷെൽട്ടൺ ഹോട്ടലുണ്ട്, കാസിനോസ്, ഒരുപാട് കാസിനോസ് ഉണ്ട്. ഇതെല്ലാം അവർ കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ അവിടെ കാണിച്ചിട്ടുണ്ട്.
എന്നാൽ അമേരിക്കൻ സൈഡിൽ വളരെ ടിപ്പിക്കലായിട്ട് സാധാരണ രീതിയിലാണ് നിലനിർത്തിയിരിക്കുന്നത്. ചെറിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിലനിർത്തിയിരിക്കുന്നത്. കാരണം അമേരിക്ക സാമ്പത്തിക സ്ഥിതി കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ആ ഒരു ടിപ്പിക്കൽ സ്ഥിതി നിലനിർത്തിക്കൊണ്ടാണ് പോയിരിക്കുന്നത്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് തണുപ്പ് കാലത്ത് ഒരു 6 മാസത്തോളം ഇവിടെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഐസ് വീണ് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 മാസക്കാലത്ത് ഇവിടെയുള്ള താമസക്കാരൊക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറി. ഇതിൻ്റെ വിശദമായിട്ടുള്ള പകൽ കാഴ്ചകൾ നാളെ പകർത്താൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. കാരണം ഇന്നിവിടെ തീരെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അത്രയ്ക്കും കഠിനമാണ് തണുപ്പ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഹോട്ടലിലേക്ക് ലീവ് ചെയ്യുകയാണ്. 1-2 സഞ്ചാരികളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളൂ. പകലിവിടെ വന്നു കഴിഞ്ഞാൽ നല്ലപോലെ ആളുണ്ടാവും. എന്തായാലും ചില സമയത്ത് ഇവിടെ ഫ്രോസൺ ആയിട്ടാണ് കിടക്കാറ് തണുപ്പ് കൊണ്ട്. ഇപ്പോൾ എന്തായാലും ഫ്രോസൺ അല്ല, അതുകൊണ്ടൊരു സമാധാനമുണ്ട്. പക്ഷെ വരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് മഞ്ഞൊക്കെ പെയ്ത സമയത്ത് നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു.